അതിന് സാത്താൻ യഹോവയുടെ 9-ാം വാക്യം, വെറുതെയോ ഈ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? സാത്താൻ 2 കാര്യമാണ് പറയുന്നത്, 2 റീസൺ. യോബ് ഭക്തിയോടെ ഇരിക്കാൻ, യോബ് വെറുതെയാണോ ഭക്തനായിരിക്കാൻ കാരണം? 2 റീസൺ. 1, ദൈവത്തിന്റെ വേലി. 2, നീ അവന് കൊടുത്തിരിക്കുന്ന നന്മ. 1, ദൈവത്തിന്റെ സംരക്ഷണം. 2, അവന് ദൈവം കൊടുത്തിരിക്കുന്ന നന്മ. ഇത് 2ഉം കൊണ്ടാണ് ഇവൻ ഭക്തനായിട്ട് ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയാൽ ഇന്നും ഇതല്ലേ പറയുന്നേ? ദൈവം ഒരു കാര്യം ചെയ്തു, ആ വേലി അങ്ങെടുത്ത് മാറ്റി. ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവൻ സാത്താന്റെ കയ്യിലോട്ട് കൊടുത്തു. എന്തൊക്കെയാ ദൈവം ചെയ്തേ? എന്ത് റീസൺ ആണോ സാത്താൻ പറഞ്ഞത്, ആ റീസൺ ദൈവം എടുത്ത് മാറ്റി. ഇനി എന്റെ സംരക്ഷണം ആർക്കില്ല? ഇയ്യോബിന്റെ സമ്പത്തിന് ചുറ്റും ആ വേലി ഇനി ഇല്ല. ദൈവം അതെടുത്ത് മാറ്റി കൊടുത്തു. സാത്താൻ അങ്ങ് ഇറങ്ങി. യോബിന്റെ വരുമാന സ്രോതസ്സുകളെ എല്ലാം അടച്ചു. എവിടെ നിന്നൊക്കെ വരുമാനം വന്നുകൊണ്ടിരുന്നോ, എവിടെ നിന്നൊക്കെ നന്മ വന്നുകൊണ്ടിരുന്നോ, അതെല്ലാം സാത്താൻ അങ്ങ് അടച്ചു. യോബിന്റെ സർവ്വസമ്പത്തും ഓരോന്നായി നഷ്ടപ്പെടാൻ തുടങ്ങി. യോബ് കേൾക്കാൻ തുടങ്ങി, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. യോബിന്റെ ബിസിനസ്സുകൾ തകർന്നു, യോബിന്റെ ബന്ധങ്ങൾ തകർന്നു, എല്ലാം തകർന്നു. എല്ലാം തകർത്ത്, വരുമാനങ്ങളെല്ലാം തകർന്നവനായി, മനസ്സ് തകർന്നവനായി യോബ് നിന്നിട്ടും ദൈവഭക്തിക്ക് ഒരു ഉലച്ചിലും സംഭവിച്ചില്ല. 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ വരുമ്പോൾ, പിന്നെ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, വെറുതെ നീ ഇതെല്ലാം ചെയ്തിട്ടും വെറുതെ അവനെ നശിപ്പിക്കേണ്ടത്. എന്തിനാ സാത്താൻ ഇങ്ങനെയൊക്കെ ദൈവത്തോട് പറയാനിടയായത്? ഇയ്യോബിനെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, വളരാൻ പറ്റുന്നില്ല, നന്മയുണ്ടാകുന്നില്ല, സമ്പത്തുണ്ടാകുന്നില്ല. എല്ലാ മേഖലകളെയും സാത്താൻ പലയിടങ്ങളിലും പല മേഖലകളിലും സാത്താൻ കൈവച്ചത് എന്തിനാണ്? നിന്നെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ ശത്രു കൈവച്ചിരിക്കുന്ന നിന്റെ സമ്പത്ത് ശത്രു നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ ഏതൊക്കെയോ മേഖലകളിൽ സാത്താൻ ഈ നാളുകളിൽ കൈവച്ചിരിക്കുമ്പോ ദൈവാത്മാവ് പറയുന്നു, അതിന്റെ മേലുള്ള ചില നീക്കുപോക്കുകൾ ഈ നാളുകളിൽ സംഭവിക്കുവാൻ പോകുകയാണ്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ കാണാത്തൊരു വാക്യമാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത്? വേലി മാറിയിട്ടും ഭക്തി വിട്ടില്ല. മനസ്സിലായോ? ആമേൻ, ആമേൻ, ആമേൻ. ഇയ്യോബിന്റെ ബിസിനസ്സുകൾ തകർന്നിട്ടും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വരുമാന സ്രോതസ്സുകൾ പിശാച് മുടക്കിയിട്ടും ഭക്തി വിട്ടില്ല. ഇയ്യോബ് ഭക്തി മുറുകെ പിടിച്ചു. ഇത് ദൈവം തന്നെ പറയുകയാണ്. അടുത്ത്, വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന്. എടാ, നീ കാരണമാ ഇതിനൊക്കെ ഞാൻ സമ്മതിച്ചേ, നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. ദൈവം പറയുക. അടുത്ത്, ഇപ്പൊ സാത്താൻ പറയുന്നതിന്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സമ്പത്തൊക്കെ നീ എൻ്റെ കയ്യിൽ തന്നു, വരുമാന സ്രോതസ്സുകൾ നീ എനിക്ക് തന്നു, അല്ലേ? വേലിയൊക്കെ നീ എടുത്തു മാറ്റി. പക്ഷേ മനുഷ്യൻ അതിനേക്കാൾ പ്രധാനമല്ലേ അവൻ്റെ ത്വക്ക്, അവൻ്റെ സൗന്ദര്യം, അവൻ്റെ ആരോഗ്യം, അവൻ്റെ അഴക്? ഈ കാര്യങ്ങൾ സാത്താൻ ദൈവത്തോട് പറയുമ്പം, നിന്റെ കൈ നീട്ടി അവൻ്റെ ആസ്തിയെ, മാംസത്തെ ഒന്ന് തൊടുക. പിശാചിന്റെ കണ്ണ് വീണിരിക്കുന്ന എവിടേക്കാ? നിന്റെ ത്വക്കിനെ, നിന്റെ മാംസത്തെ, നിന്റെ ആസ്തിയെ, നിന്റെ സമ്പത്തിനെ, നിന്റെ വരുമാനത്തെ, നിന്റെ സ്വത്തിനെ, സകലത്തിന്മേലും സാത്താന്റെ ദൃഷ്ടി പതിയുമ്പോ ഇന്ന് രാത്രി
കർത്താവ് പറയുന്നു ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നമ്പർ 1 വേലി മാറി, നമ്പർ 2 നിന്റെ സ്വത്ത് വകകളെ തൊട്ടു, നശിപ്പിച്ചു, 3 നിന്റെ വരുമാനത്തെ, ഉള്ളത് പോയാലും വന്നുകൊണ്ടിരുന്നാൽ പിന്നെ അനുഗ്രഹിക്കപ്പെടത്തില്ലേ? അപ്പോ ഉള്ളതും പോയി വരുന്നതും പോയി, എല്ലാം സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ടും നിന്റെ പിടിവിട്ടില്ല. വേലി മാറ്റിയപ്പോ സാത്താൻ വിചാരിച്ചു ഈ പിടിവിടുമെന്ന്. അതുവഴി ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതൊക്കെ ഇന്ന് നിന്റെ വീട്ടിനകത്ത് കയറി വരിക. വേലി മാറിയപ്പോ സാത്താൻ വിചാരിച്ചു വേലി മാറുമ്പോ പിടിവിടുമെന്ന്. പക്ഷെ നീ പിടിവിട്ടില്ല. നിന്റെ ഭക്തി ആമേൻ ദൈവം കെട്ടിയിരിക്കുന്ന വേലിയെ ബേസ് ചെയ്തല്ല. ദൈവം വേലി കെട്ടിയാൽ എന്ന എഗ്രിമെന്റിലല്ല നിന്റെ ഭക്തി ഇരിക്കുന്നേ, നിന്റെ വിശ്വാസം ഇരിക്കുന്നേ, നിന്റെ ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം ഇരിക്കുന്നേ. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും, ദൈവമേ നീ വേലി കെട്ടിയാലും കെട്ടിയില്ലേലും, എന്റെ സമ്പത്ത് നശിച്ചാലും ഇല്ലേലും, എന്റെ വരുമാനം മുടങ്ങിയാലും ഇല്ലേലും, ഞാൻ എന്റെ ദൈവത്തിലുള്ള ഭക്തി, ഞാൻ ദൈവത്തിലുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കാൻ. ഓ തീച്ചൂളക്കകത്തു വീണ ശദ്രക് മേശക് അബേദ്നെഗോ ഇങ്ങനെ പറഞ്ഞു, ദൈവം വിടുവിച്ചാലും ഇല്ലേലും, ദൈവം വിടുവിക്കുന്നതോ വിടുവിക്കാത്തതോ അല്ല എന്റെ വിഷയം. എനിക്ക് ഞാൻ മുറുകെ പിടിച്ച ഭക്തി, ഞാൻ വിശ്വസിച്ച വിശ്വാസം, ഞാൻ സ്വീകരിച്ച വിശ്വാസ മാർഗം, അത് വിട്ടൊരു കളിയില്ല. ഓ ദൈവകൃപ വിട്ടൊരു കളിയില്ല. ദൈവമായിട്ടുള്ള ബന്ധം വിട്ടൊരു പരിപാടി എനിക്കില്ല. ഞാൻ ആഗ്രഹിക്കുന്ന വിടുതൽ ഉണ്ടോ ഇല്ലയോ എന്നത് നോക്കിയല്ല, ദൈവത്തിന്റെ സംരക്ഷണം എനിക്ക് ചുറ്റും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല, അത് ഉണ്ടേലും ഇല്ലേലും ദൈവത്തിലുള്ള ഭക്തിക്ക്, ദൈവത്തിലുള്ള വിശ്വാസത്തിന് ഒരു കോട്ടവും ഒരു ഉലച്ചിലും ഉണ്ടാകാൻ സമ്മതിക്കത്തില്ല. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആമേൻ സാത്താൻ നിന്നുകൊണ്ട് പറയുക, ത്വക്ക്, ഈ ത്വക്ക്, അതിനുള്ളിലെ മാംസം, അതിനുള്ളിലെ അസ്ഥി, ശത്രു നോട്ടമിട്ടു. ത്വക്കിൽ വിടുതൽ വ്യാപരിക്കട്ടെ, മാംസത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, അസ്ഥി സംബന്ധമായി വിടുതലുകൾ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ അത്ഭുത വിടുതലുകൾ, അത്ഭുത രോഗശാന്തികൾ, അത്ഭുത ദൈവവാർത്തകൾ അത് റിലീസാകുന്നു. ചില വേലികളെ മാറ്റാൻ ആമൻ പ്രൈസല്ലോ ശത്രു ചില മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ, നിന്റെ സമ്പത്തിനെ, അതിന്റെ വരുമാനത്തെ മുടക്കാൻ പിശാച് പല മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ, നിന്റെ ത്വക്കിനെ, മാംസത്തെ, അസ്ഥിയെ തൊടാൻ എന്ന് വെച്ചാൽ നിന്റെ ആരോഗ്യത്തെ തകർക്കാൻ പിശാച് ഏതൊക്കെ മേഖലകളിൽ ശ്രമിക്കുമ്പോൾ, പിശാചിന്റെ ആകമാന ലക്ഷ്യം എന്താണെന്നറിയോ? നിന്നെ നശിപ്പിക്കണം. നീയും ദൈവമായിട്ടുള്ള റിലേഷൻ അതിനെ അവൻ വിച്ഛേദിക്കണം എന്നതത്രേ പിശാചിന്റെ ലക്ഷ്യം. എന്നാൽ എത്ര പേർ പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഭക്തി വിടത്തില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തെരഞ്ഞെടുത്ത വിശ്വാസത്തെ ഞാൻ അടിയുറക്കുന്നു. 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ, നോക്കണേ, ഇത്രയും ഭക്തിയോടെ ഇരുന്ന, ഇത്രയും കൃപയിൽ നിന്ന്, ഇത്രയും നിഷ്കളങ്കനായിരുന്ന, ഇത്രത്തോളം നേരുള്ളവനായിരുന്ന ഇയ്യോബിനെ കുറിച്ച് ദൈവം സാത്താനോട് പറയുക, ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. ഒരു സ്തോത്രം പറഞ്ഞേ. അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. എവിടൊക്കെ പിശാച് തൊട്ടാലും, എവിടൊക്കെ പിശാച് തൊട്ടാലും, എന്തൊക്കെ തന്നെ പിശാച് തൊട്ടാലും,
നിന്റെ പ്രാണനെ തൊടത്തില്ല. അതിനകത്തൊരു ദൂത് മറിഞ്ഞു കിടപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെ തകർന്നാലും, എന്തൊക്കെ നശിച്ചാലും, എന്തൊക്കെ പിശാച് ഉന്മൂലനം നാശം ചെയ്താലും എഴുതിയിട്ടോ, നിന്റെ പ്രാണനെ തൊടാൻ പിശാചിന് കഴിഞ്ഞില്ലെങ്കിൽ 2025 നിന്നുകൊണ്ട് പ്രവചനാത്മാവിൽ പറയുന്നു, നഷ്ടപ്പെട്ടതെല്ലാം നീ തിരികെ പിടിക്കുന്ന ദിവസമാണ്. നഷ്ടപ്പെട്ടതെല്ലാം 2025 നീ തിരികെ പിടിക്കുന്ന വർഷമാണ്. പിശാചം നശിപ്പിച്ചതെല്ലാം, ശത്രു നശിപ്പിച്ചതെല്ലാം നീ തിരികെ പിടിക്കുന്ന വർഷമാണ് 2025. മോറിയ ദേശത്ത് ദൈവം കാണിച്ച മലയുടെ മുകളിൽ നിന്നുകൊണ്ട് അബ്രഹാം ഇങ്ങനെ വിശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞു കാണും, എന്റെ മകൻ ചാരമായാലും ഞാൻ തിരികെ പോകുമ്പോ എന്റെ മകനെ ആ ചാരത്തിൽ നിന്ന് ഞാൻ തിരികെ പ്രാപിച്ചുകൊണ്ട് പോകത്തുള്ളൂ. എത്ര പേർക്ക് നിരത്തിൽ പറയാൻ കഴിയും, എല്ലാം തീർന്നാലും എല്ലാം നശിപ്പിച്ചാലും അതിന്റെ നടുവിൽ നിന്ന് ഞാൻ ചിലതിനെ തിരികെ പ്രാപിക്കുന്ന വർഷമാണ് ഈ 2025.